മോഹൻലാൽ എന്ന താരം തുറന്നു തന്ന ബിസിനസ് സാധ്യതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് കുറച്ചു നാൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ എത്തിയിരുന്നു. മരക്കാർ എന്ന സിനിമയ്ക്കുണ്ടായ ബിസിനസ് സാധ്യതകളെക്കുറിച്ച് വലിയ വാക്കുകളാണ് പൃഥ്വിരാജ് എന്ന നടൻ പറഞ്ഞു വെച്ചത്. ഇതെല്ലാം പ്രൊമോഷന്റെ ഭാഗമായി പറഞ്ഞു വെച്ചതാണ്. ഒരു നടനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നത് സ്വാഭാവികമാണല്ലോ എന്ന രീതിയിൽ അതിനെ എടുക്കുകയും പിന്നീട് അത് ട്രോളായി മാറുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ബിസിനസ് സാധ്യത എന്നത് പൃഥ്വിരാജ് യഥാർത്ഥത്തിൽ പറഞ്ഞത് തന്നെയാണ്. കാരണം മോഹൻലാൽ സിനിമയ്ക്ക് വരുന്ന ബിസിനസ് സാധ്യതകൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. മോഹൻലാലാണ് പല രീതിയിലുള്ള മാറ്റങ്ങൾ മോളിവുഡിൽ ബോക്സ് ഓഫീസിൽ തന്നെ കൊണ്ടുവന്നത്. ആ ബോക്സ് ഓഫീസ് മാറ്റങ്ങൾ ആ ചിത്രത്തിന്റെ ബിസിനസ് സാധ്യതകളും മാറ്റിമറിക്കുന്നുണ്ട്. കാരണം പല നിർമ്മാതാക്കളും ഡയറക്ടേഴ്സും പറയുകയുണ്ടായി, കൂടാതെ താരങ്ങളും പറയുന്നുണ്ട്. മോഹൻലാൽ ഒരു സിനിമയിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മോഹൻലാൽ നായകനായി എത്തുന്നു എന്നറിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സേഫ് ആണ്, നമ്മൾ വെറുതെ ഇരുന്നു കൊടുത്താൽ മതി, ബിസിനസ്സും മറ്റ് സാധ്യതകളും ഒക്കെ കയ്യിൽ തന്നെ എത്തും എന്ന രീതിയിൽ. അതുതന്നെയാണ് ഇപ്പോഴുള്ള പല പ്രേക്ഷകർക്കും അറിയാത്തതും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കണക്കുകളൊന്നും പുറത്തു വരികയുമില്ല. മരക്കാർ എന്ന സിനിമയുടെ OTT ഡീലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും തന്നെ ഒരു പ്രമുഖ ട്രാക്കർമാർക്ക് പോലും കിട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ OTT ഡീലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും നടക്കുന്നത്. പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഇതെടുത്ത് വലിയ വാർത്തയുമാക്കി. പക്ഷേ കൊടുത്തവരാട്ടെ ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങളാണ് കൊടുത്തത്. ഒരു ഫേക്ക് ന്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വലിയ വാർത്തകൾ വന്നത്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ. അതുമായി ബന്ധപ്പെട്ട് പല പ്രേക്ഷകരും പറയുന്നുണ്ട്, ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. ജെനുവിനായിട്ടുള്ള ട്രാക്കർമാർ പോലും ഈ ഒരു കാര്യം വാർത്തയാക്കിയിട്ടില്ല എന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് ഒരു വലിയ മാധ്യമം അതെടുത്ത് വലിയ വാർത്തയാക്കി കൊടുത്തതും അവർക്ക് മറുപടി കൊടുക്കണം, അവരെന്താണിത് ഒന്നും അറിയാതെ റിപ്പോർട്ട് ചെയ്തത് എന്നതൊക്കെ പറയുന്നത്. മറുപടി കൊടുക്കാൻ നമ്മളാരുമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പലരും പിന്നീട് റിപ്പോർട്ടുകൾ നൽകുന്നതും. എമ്പുരാൻ എന്ന സിനിമ പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ട് എത്തിയ വിവരങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ബോക്സ് ഓഫീസിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടാണ് എമ്പുരാൻ എന്ന സിനിമ റൺ നടത്തിയത്. അതും തുച്ഛമായ ദിവസങ്ങൾ കൊണ്ടാണ് വലിയ സംഖ്യകൾ എമ്പുരാൻ വാരിക്കൂട്ടിയത്. എമ്പുരാൻ എന്ന സിനിമ ആദ്യമായി വേൾഡ് വൈഡ് തിയേറ്ററിലൂടെ ഷെയർ 100 കോടി മറികടക്കുകയുണ്ടായി. ഇപ്പോൾ ഷെയർ 115 കോടിയാണ് വന്നു നിൽക്കുന്നത്. ഇത് ഓൾ ടൈം റെക്കോർഡ് തന്നെയാണ്. നേരത്തെ ഏറ്റവും വലിയ ഷെയർ ഉണ്ടാക്കിയത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമായിരുന്നു, 86 കോടി. ഇതൊക്കെ ഒരു ഭാഗത്ത് വലിയ ബൂസ്റ്റ് നൽകുമ്പോൾ OTT ഡീലിലേക്ക് എത്തുമ്പോൾ അതിന് ഡീല് വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഇല്ലെങ്കിൽ OTT ഡീൽ എന്നത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നടന്നിരിക്കണം. സാധ്യത സിനിമ റിലീസിന് മുമ്പേ നടക്കാനാണ് എങ്കിലും റിലീസിന് ശേഷം നടന്നെങ്കിൽ അത് ഏറ്റവും വലിയ ഡീലായിരിക്കും എമ്പുരാന് വേണ്ടി ഉണ്ടാകാൻ പോകുന്നതും. എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയത്താണ് OTTയിലേക്ക് എമ്പുരാൻ റിലീസ് ആകുന്നത്. ഏറ്റവും കൂടുതൽ ഡീല് നടന്ന ചിത്രങ്ങളൊക്കെ 35-40 ദിവസങ്ങൾക്ക് ശേഷമാണ് OTT പ്ലാറ്റ്ഫോമുകളിൽ എത്തിയത്. അതിൽ എടുത്തു പറയുന്നത് കിങ് ഓഫ് കൊത്തയും ആവേശവും ഒക്കെയാണ്. എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളെക്കാളും വലിയ ഡീലാണ് എമ്പുരാനായി നടന്നിരിക്കുന്നത് എന്നാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതാണ്ട് 70 കോടി രൂപയാണ് എമ്പുരാന് OTT ഡീലായി സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്നതും. 70-80 കോടി ഫിഗറൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒഫീഷ്യലായി ഈ ചിത്രത്തിന്റെ OTT ഡീലിനെ കുറിച്ച് ഒരു വെളിപ്പെടുത്തലുകളും വന്നിട്ടില്ല. ഇതിനു മുമ്പ് ദൃശ്യം 2 എന്ന സിനിമ OTT ഡീൽ സംഭവിച്ചത് 30 കോടിക്ക് മുകളിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് തിയേറ്ററിൽ പോലും വരാത്ത ഒരു സിനിമയാണ്. വലിയൊരു ഡീലാണ് അന്നത്തെ കാലത്ത് അത് നടന്നത്. പിന്നീട് വന്ന കിങ് ഓഫ് കൊത്ത എന്ന ചിത്രമാണ് മോളിവുഡിലെ ഏറ്റവും വലിയ OTT ഡീൽ നടന്നത് എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിന് 32 കോടിയാണ് OTTയിൽ ലഭിച്ചത് എന്നാണ് വിവരങ്ങൾ. അതിനുശേഷം ആവേശം എന്ന ചിത്രം വന്നു. കിങ് ഓഫ് കൊത്തയെക്കാളും വലിയ OTT ഡീൽ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഏതാണ്ട് 35 കോടിയുടെ OTT ഡീലാണ് ആവേശം നടത്തിയത്. ഇപ്പോഴത്തെ എമ്പുരാനിലെത്തിയപ്പോൾ എമ്പുരാന് 70 കോടിയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് OTT ഡീലാണ് നടന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെയാണ് OTT ഡീലുകൾ ഈ അടുത്തിടയ്ക്ക് മോളിവുഡിൽ ഏറ്റവും വലുതുകൾ സംഭവിച്ചത്. ഇനിയും പല ചിത്രങ്ങൾ OTT ഡീലിന് വേണ്ടി നടക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. ഇനിയും വലിയ OTT ഡീലുകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. അടുത്തിടെ തുടരും എന്ന ചിത്രം OTT ഡീലുമായി ബന്ധപ്പെട്ടാണ് റിലീസ് മാറ്റിവെക്കപ്പെട്ടത് എന്നും പറയുന്നുണ്ട്. തുടരും എന്ന ചിത്രത്തിന്റെ ബജറ്റിനനുസരിച്ചുള്ള ഒരു OTT ഡീൽ എന്നതൊക്കെയാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുത്തില്ല. അത് യഥാർത്ഥ ഫിഗർ അറിയിക്കണമെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിടണം. എമ്പുരാന് അങ്ങനെ ഉണ്ടാകുമോ എന്നതാണ് പലരും നോക്കിക്കാണുന്നത്. എമ്പുരാൻ എന്ന സിനിമ OTTയിൽ ഇറങ്ങുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ടല്ലോ എന്നതൊക്കെയായിരുന്നു അവരുടെ വിമർശനങ്ങൾ. എന്നാൽ പെട്ടെന്ന് എത്തണമെങ്കിൽ അത്രയ്ക്ക് വലിയ OTT ഡീൽ സംഭവിച്ചിരിക്കണം എന്നതാണ്. ഇപ്പോഴിതാ ഏപ്രിൽ 24 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ എമ്പുരാൻ എന്ന സിനിമ OTT റിലീസ് സംഭവിക്കുകയാണ്. അപ്പോൾ തന്നെ എമ്പുരാനൊപ്പം ക്ലാഷ് വെച്ച് റിലീസ് ചെയ്ത വീരധീര സൂര എന്ന വിക്രം നായകനാകുന്ന ചിത്രത്തിന്റെ OTT റിലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. അതും ഏപ്രിൽ 24 ആമസോൺ പ്രൈമിലൂടെ സ്ട്രീം ചെയ്യാൻ പോവുകയാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷയിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. എമ്പുരാനും ഇതേ രീതിയിൽ തന്നെയാണ് സ്ട്രീമിംഗ് വരുന്നതും. എന്തായാലും OTTയും സാറ്റലൈറ്റും വേൾഡ് വൈഡ് ഗ്രോസും തിയേറ്റർ ഷെയറും കേരള ഗ്രോസും ഒക്കെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എമ്പുരാന്റേതായി OTT ഡീൽ നടന്നത് 70 കോടിക്കാണെന്നും സാറ്റലൈറ്റ് റൈറ്റ്സ് 30 കോടിക്കാണെന്നും അങ്ങനെ OTTയും സാറ്റലൈറ്റും ചേർന്ന് 100 കോടി ലഭിച്ചുവെന്നുമാണ് ആ റിപ്പോർട്ടുകൾ. അതിനൊപ്പം തന്നെ തിയേറ്റർ ഷെയർ 115 കോടിയാണെന്നും കേരള ഗ്രോസ് 86 കോടി എത്തിയെന്നും വേൾഡ് വൈഡിൽ 260 കോടി മറികടന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ വരികയുണ്ടായി. ഏറ്റവും വലിയ ഫിഗറുകളാണ് എമ്പുരാൻ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2025 ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ
സിനിമയാണ് എമ്പുരാൻ എന്ന സിനിമ. അതാണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക്. കാരണം ഇതുവരെ ഇറങ്ങിയ പല സിനിമകൾക്കും ഈ ഒരു ബെസ്റ്റ് ഫിഗറിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് കൂടി ഓർക്കണം. ടോപ്പ് 1 നിൽക്കുന്നത് ബോളിവുഡിലെ ഛാവ എന്ന ചിത്രമാണ്. 804 കോടിക്ക് മുകളിലാണ് ഛാവ നേടിയെടുത്തത്. സെക്കൻഡിൽ നിൽക്കുന്നത് എമ്പുരാൻ എന്ന സിനിമ 260 കോടിക്ക് മുകളിൽ.